പ്രിയമുള്ളവരെ, ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കൈലാസ പർവ്വതത്തെ ലങ്കയിലേക്ക് മാറ്റാനുള്ള രാവണന്റെ ശ്രമവും അതിൻ്റെ പിന്നിലെ ബഹുതല ഉദ്ദേശങ്ങളുമാണ്. ഹിന്ദു ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഏറ്റവും പ്രശസ്തവും നിർണായകവുമായ നിമിഷങ്ങളിലൊന്നാണ് ലങ്കാധിപതിയായ രാവണൻ കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിച്ചതും അങ്ങനെ പിന്നീട് നടന്ന സംഭവങ്ങളും. രാവണാനുഗ്രഹം, രാവണന് ശിവൻ അനുഗ്രഹം നൽകിയത് എന്നറിയപ്പെടുന്ന ഈ സംഭവം രാവണന്റെ ഭക്തി, അഹങ്കാരം, ശക്തി, പരാജയം എന്നിവയുടെ സങ്കീർണമായ മിശ്രണത്തെ വെളിപ്പെടുത്തുന്നു. കൈലാസപർവ്വതത്തെ ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ രാവണന് ശ്രമിച്ചു എന്ന കഥയ്ക്ക് പിന്നിൽ വ്യക്തമായ ചില ഉദ്ദേശ്യങ്ങളും പശ്ചാത്തലവുമുണ്ട്. ഈ വീഡിയോയിൽ പ്രസ്തുത കഥയെക്കുറിച്ചും അതിന് പിന്നിലെ രാവണന്റെ ഉദ്ദേശത്തെക്കുറിച്ചും കൈലാസപർവ്വതത്തിൻ്റെ ഭൗമശാസ്ത്രവും പുരാണപരവുമായ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു. ഹിന്ദുധർമ്മത്തിൽ കൈലാസപർവ്വതം കേവലം ഒരു പർവ്വതമല്ല, അത് പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടാണ്. ശിവന്റെ വാസസ്ഥലമെന്ന നിലയിൽ അത് ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളുടെ കേന്ദ്രബിന്ദുവായി കണക്കാക്കപ്പെടുന്നു. ഇത്തരമൊരു പവിത്രമായ പർവ്വതത്തെ വേരോടെ പിഴുതെടുത്ത് തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നത് സാധാരണമായ ഒരു അഹങ്കാര പ്രകടനമല്ല, മറിച്ച് അതിരുകടന്ന ഭക്തിയുടെയും അധികാരമോഹത്തിൻ്റെയും പ്രകടനമാണ്. പുരാണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് രാവണൻ ഉയർത്താൻ ശ്രമിച്ചുവെന്ന് പറയപ്പെടുന്ന കൈലാസപർവ്വതത്തിൻ്റെ ഭൗതികമായ ഘടന മനസ്സിലാക്കേണ്ടതുണ്ട്. ടിബറ്റിലെ ട്രാൻസ് ഹിമാലയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസം 6638 മീറ്റർ ഉയരമുള്ള ഒരു പർവ്വതമാണ്. ഭൗമശാസ്ത്രപരമായി ഇന്ത്യൻ ഫലകവും യൂറോപ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായി രൂപപ്പെട്ടതാണ് ഈ പ്രദേശം. കൈലാസ് ഫ്ലിറ്റ് സോൺ എന്നറിയപ്പെടുന്ന പ്രദേശം പർവ്വതത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. മണൽക്കല്ലുകൾ, ഷെൽ, ഡോളോമൈറ്റ് തുടങ്ങിയ അവസാദ ശിലകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പർവ്വതത്തിൻ്റെ അടിത്തറ ഗ്രാനൈറ്റ് ശിലകളാണ്, എന്നാൽ അതിനു മുകളിൽ കട്ടിയുള്ള കോൺഗ്ലോമറേറ്റ് ശിലകളുടെ പാളികളാണുള്ളത്. പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് തിരശ്ചീനമായി കാണപ്പെടുന്ന വരകൾ പുരാതനമായ തടാകങ്ങളുടെ അടിത്തട്ടിൽ രൂപപ്പെട്ട അവസാദ പാളികളാണ്. ടെക്ടോണിക് പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ പാളികൾ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിലും അവയുടെ തിരശ്ചീനമായ ഘടന നിലനിർത്തിയിട്ടുണ്ട്. ഇത് പർവ്വതത്തിന് ഒരു മനുഷ്യനിർമ്മിത പിരമിഡിൻ്റെ ഘടന നൽകുന്നു. ഭൗമശാസ്ത്രപരമായി നോക്കുമ്പോൾ സമുദ്രത്തിന് അടിയിലായിരുന്ന ഒരു പ്രദേശം ഉയർന്നു വന്ന് പർവ്വതമായതാണ് കൈലാസം. പുരാണങ്ങളിൽ പാലാഴിമഥനവും മേരുപർവ്വതവുമൊക്കെയായി ബന്ധപ്പെട്ട കഥകളുമായി ഈ ഭൗമശാസ്ത്രം അത്ഭുതകരമായി ചേർന്ന് നിൽക്കുന്നു. ഇത്രയും ബൃഹത്തായതും ഭൂമിയുടെ ചരിത്രത്തിൻ്റെ ഏടുകൾ പേറുന്നതുമായ ഒരു പർവ്വതത്തെയാണ് രാവണൻ തൻ്റെ 20 കൈകൾ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ചത്. രാവണന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ രാവണൻ എന്ന വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെയും കുറിച്ച് ആഴത്തിൽ അറിയേണ്ടതുണ്ട്. രാവണൻ കേവലം ഒരു അസുരനായിരുന്നില്ല, മറിച്ച് ഒരു ബ്രഹ്മരാക്ഷസനായിരുന്നു. രാവണൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ പുലസ്ത്യ മഹർഷിയുടെ കൊച്ചുമകനായിരുന്നു. രാവണന്റെ പിതാവ് വിശ്രവസ് എന്ന മുനിയും മാതാവ് കൈകസി എന്ന അസുര സ്ത്രീയും ആയിരുന്നു. അതിനാൽ പിതാവിൽ നിന്ന് ബ്രാഹ്മണരുടെ ബുദ്ധിയും വേദജ്ഞാനവും മാതാവിൽ നിന്ന് അസുരന്മാരുടെ ശാരീരിക ശക്തിയും അധികാരമോഹവും രാവണൻ ലഭിച്ചു. രാവണൻ വേദങ്ങളിൽ പണ്ഡിതനും ജ്യോതിശാസ്ത്രത്തിൽ നിപുണനും വീണ വായനയിൽ അഗ്രഗണ്യനും ആയിരുന്നു. രാവണൻ തൻ്റെ അർദ്ധ സഹോദരനായിരുന്നു കുബേരൻ എന്ന് അറിയാമല്ലോ. വിശ്രവസ് മുനിക്ക് മറ്റൊരു ഭാര്യയിലുണ്ടായ മകനായിരുന്നു കുബേരൻ. ലങ്കയുടെ യഥാർത്ഥ ഭരണാധികാരി കുബേരനായിരുന്നു. എന്നാൽ കൈകസയുടെ പ്രേരണയാൽ
രാവണൻ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ നേടുകയും കുബേരനെ പുറത്താക്കി ലങ്കയുടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ലങ്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുബേരൻ കൈലാസ പർവ്വതത്തിന് സമീപമുള്ള അളക എന്ന നഗരത്തിലേക്ക് താമസം മാറ്റി. ഈ പശ്ചാത്തലമാണ് കൈലാസ പർവ്വതത്തിന് സമീപം രാവണൻ എത്താൻ കാരണമായത്. രാവണൻ കൈലാസം ഉയർത്താൻ ശ്രമിച്ച കഥ വാത്മീകി രാമായണത്തിലും ശിവപുരാണത്തിലും മറ്റ് നാടോടിക്കഥകളിലും വ്യത്യസ്തമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. കൈലാസത്തെ ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന ഭാഗം പ്രധാനമായും ശിവപുരാണത്തെയും നാടോടിക്കഥകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. തൻ്റെ സഹോദരനായ കുബേരനെ തോൽപ്പിച്ച് കുബേരന്റെ കൈവശമുണ്ടായിരുന്ന പുഷ്പക വിമാനം, അതായത് മനസ്സിന് അനുസരിച്ച് സഞ്ചരിക്കുന്ന ആകാശവാഹനം, രാവണൻ സ്വന്തമാക്കി. കുബേരന്റെ നഗരമായ അളക കൈലാസത്തിന് അടുത്തായിരുന്നു. കുബേരനെ പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതനായി പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് മടങ്ങുന്ന വഴിയാണ് രാവണൻ കൈലാസ പർവ്വതത്തിന് മുകളിലെത്തിയത്. കൈലാസ പർവ്വതത്തിന് സമീപം എത്തിയപ്പോൾ പെട്ടെന്ന് പുഷ്പക വിമാനം ചലിക്കാതെയായി. ആരുടെയും നിയന്ത്രണമില്ലാതെ അദൃശ്യമായ ഏതോ ശക്തി വിമാനത്തെ തടഞ്ഞു നിർത്തി. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സഞ്ചരിക്കുന്ന വാഹനം നിലച്ചത് രാവണനെ അത്ഭുതപ്പെടുത്തി. വിമാനത്തിൽ നിന്ന് ഇറങ്ങി നോക്കിയ രാവണൻ കണ്ടത് ശിവന്റെ വാഹനവും സേനാനായകനുമായ നന്ദിയെ ആണ്. ശിവനും പാർവതിയും പർവ്വതത്തിൽ സമയമായതിനാൽ ആ വഴി ആരെയും കടത്തി വിടരുതെന്ന് ശിവൻ ആജ്ഞാപിച്ചിരുന്നു. നന്ദി ഇക്കാര്യം രാവണനെ അറിയിച്ചു. ശിവന്റെ അനുവാദമില്ലാതെ ആർക്കും ഈ പർവ്വതത്തിന് മുകളിലൂടെയോ സമീപത്തു കൂടിയോ കടന്നു പോകാൻ കഴിയില്ല എന്ന് നന്ദി പറഞ്ഞു. കുബേരനെ ജയിച്ച അഹങ്കാരത്തിൽ നിൽക്കുന്ന രാവണന് ഒരു കാവൽക്കാരന്റെ നിർദ്ദേശം സ്വീകാര്യമായില്ല. നന്ദിയുടെ രൂപം കണ്ട് രാവണൻ പരിഹസിച്ചു ചിരിച്ചു. നന്ദിക്ക് വാനരന്റെ മുഖമാണെന്നും വിരൂപനാണെന്നും പറഞ്ഞ് രാവണൻ കളിയാക്കി. ഇതിൽ കുപിതനായ നന്ദി രാവണനെ ശപിച്ചു. നീ ആരെയാണോ വാനരൻ എന്ന് വിളിച്ചു പരിഹസിച്ചത്, അതേ വാനരവംശം നിന്റെ നാശത്തിന് കാരണമാകും. രാമായണത്തിൽ പിന്നീട് ഹനുമാനും വാനരസേനയും ലങ്ക നശിപ്പിക്കാൻ ഈ ശാപം കാരണമായി. നന്ദിയുടെ തടസ്സവാദവും ശാപവും രാവണനെ രോക്ഷാകുലനാക്കി. ആരാണ് ശിവൻ? എൻ്റെ വഴിമുടക്കാൻ ഈ പർവ്വതത്തിന് എന്ത് അവകാശമാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പർവ്വതത്തെ വേരോടെ പിഴുതുമാറ്റാൻ രാവണൻ തീരുമാനിച്ചു. രാവണൻ തൻ്റെ 20 കൈകൾ കൈലാസ പർവ്വതത്തിൻ്റെ അടിയിലേക്ക് കടത്തി. സർവശക്തിയും സംഭരിച്ച് അവൻ പർവ്വതത്തെ ഉയർത്താൻ തുടങ്ങി. രാവണന്റെ ശക്തിയിൽ കൈലാസം കുലുങ്ങി. പർവ്വതത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ശിവഗണങ്ങളും പാർവതിയും ഭയന്നു. പാർവതീദേവി ഭയന്ന് ശിവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ സർവജ്ഞനായ ശിവൻ അക്ഷോഭ്യനായി തുടർന്നു. ഇത് രാവണന്റെ അഹങ്കാരമാണെന്ന് മനസ്സിലാക്കിയ ശിവൻ തൻ്റെ കാലിലെ പെരുവിരൽ ഒന്ന് അമർത്തി. ആ ചെറിയ ചലനം മതിയായിരുന്നു രാവണന്റെ അഹങ്കാരം തകർക്കാൻ. പർവ്വതം പഴയ സ്ഥാനത്ത് താഴ്ന്നു. രാവണന്റെ 20 കൈകളും പർവ്വതത്തിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞു. രാവണൻ എന്തിനാണ് കൈലാസം ഉയർത്താൻ ശ്രമിച്ചത് എന്നതിന് പ്രധാനമായും 3 വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. ഇതിൽ ലങ്കയിലേക്ക് കൊണ്ടുപോവുക എന്ന ഉദ്ദേശ്യം നാടോടിക്കഥകളിലും ഭക്തിപ്രസ്ഥാനങ്ങളിലും വേരൂന്നിയതാണ്. ശിവപുരാണവുമായി ബന്ധപ്പെട്ടതും കർണാടകത്തിലെ ഗോകർണ ക്ഷേത്ര ഐതിഹ്യവുമായി ചേർന്ന് നിൽക്കുന്നതുമായ കഥയാണിത്. രാവണന്റെ അമ്മയായ കൈകസി തികഞ്ഞ ശിവഭക്തയായിരുന്നു. അവർ ദിവസവും മണൽ കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കുമായിരുന്നു. എന്നാൽ കടൽ തീരത്ത് ഉണ്ടാക്കുന്ന ഈ മണൽ ലിംഗങ്ങൾ തിരമാലകൾ വന്ന് നശിപ്പിക്കുന്നത് പതിവായിരുന്നു. അമ്മയുടെ ദുഃഖം കണ്ട രാവണൻ, അമ്മ എന്തിനാണ് ഈ മണൽ ലിംഗത്തെ പൂജിക്കുന്നത്? ഞാൻ അമ്മയ്ക്കായി സാക്ഷാൽ ശിവനെ തന്നെ കൊണ്ടുവന്ന് തരാം എന്ന് വാഗ്ദാനം ചെയ്തു. ശിവന്റെ സാന്നിധ്യം നിത്യവും ലങ്കയിൽ ഉണ്ടാകണമെന്നും തൻ്റെ അമ്മയ്ക്ക് നേരിട്ട് കൈലാസനാഥനെ ആരാധിക്കാൻ കഴിയണമെന്നും രാവണൻ ആഗ്രഹിച്ചു. ഇതിനായി
കൈലാസപർവ്വതത്തെ മൊത്തമായി ലങ്കയിലേക്ക് പറിച്ചു നടാൻ അവൻ തീരുമാനിച്ചു. ഇതാണ് കൈലാസത്തെ ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന കഥയുടെ അടിസ്ഥാനം. വാൽമീകി രാമായണത്തിൽ രാവണന്റെ ഉദ്ദേശം കൂടുതൽ അഹങ്കാരപൂർണമാണ്. തന്റെ പുഷ്പക വിമാനത്തെ തടയാൻ ഒരു പർവ്വതത്തിന് ധൈര്യം വന്നത് അവനെ പ്രകോപിപ്പിച്ചു. എന്റെ വഴിമുടക്കുന്ന ഈ തടസ്സത്തെ ഞാൻ എടുത്തുമാറ്റും എന്ന ചിന്തയായിരുന്നു അവന്. ശിവനോടുള്ള ഭക്തിയേക്കാൾ ഉപരി തന്റെ വഴിയിലെ തടസ്സം നീക്കാനും തന്റെ കായിക ശക്തി പ്രകടിപ്പിക്കാനുമാണ് അവൻ ശ്രമിച്ചത്. നന്ദിയോടുള്ള ദേഷ്യവും ഇതിന് കാരണമായി. ചില ഭക്തികാവ്യങ്ങളിൽ രാവണൻ ശിവനിൽ നിന്ന് പിരിഞ്ഞ് ഇരിക്കുന്നതിനുള്ള ദുഃഖം സഹിക്കവയ്യാതെ ശിവനെ തന്റെ അരികിൽ എപ്പോഴും നിലനിർത്താൻ ആഗ്രഹിച്ചുവെന്ന് പറയുന്നു. ഇത് രാക്ഷസീയമായ ഭക്തിയാണ്, ദൈവത്തെ സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹം. ഇവയിൽ കൈലാസപർവ്വതത്തെ ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഉത്തരം അമ്മയായ കൈകസിക്ക് പൂജിക്കാൻ ശിവനെ അല്ലെങ്കിൽ ആത്മലിംഗത്തെ ലങ്കയിൽ എത്തിക്കുക എന്നതായിരുന്നു രാവണന്റെ ഉദ്ദേശം എന്നതാണ്. കൈലാസത്തിനടിയിൽ കൈകൾ കുടുങ്ങിയ രാവണൻ അതികഠിനമായ വേദന അനുഭവിച്ചു. 1000 വർഷത്തോളം അല്ലെങ്കിൽ വളരെ കാലം രാവണൻ അവിടെ കിടന്ന് അലറി വിളിച്ചു. ഒടുവിൽ ശക്തി കൊണ്ട് ശിവനെ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രാവണൻ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചു. കൈകൾ ഞെരിഞ്ഞമരുന്ന വേദനയിലും രാവണൻ ശിവനെ സ്തുതിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു ഗാനം രചിച്ചു ആലപിച്ചു. ഇതാണ് പ്രസിദ്ധമായ ശിവതാണ്ഡവ സ്തോത്രം. സംസ്കൃത ഭാഷയിലെ ഏറ്റവും താളാത്മകമായ സ്തോത്രങ്ങളിൽ ഒന്നാണിത്. സംഗീതത്തിൽ അകമ്പടിയായി സേവിക്കാനായി രാവണൻ തൻ്റെ ഒരു തല അറുത്ത് വീണയുടെ കുടമായും കയ്യിലെ ഞരമ്പുകൾ വലിച്ച് തന്ത്രികളായും ഉപയോഗിച്ച് വീണ വായിച്ചു എന്നും പറയപ്പെടുന്നു. ഇതിൽ നിന്നാണ് രാവണഹത്ത എന്ന സംഗീത ഉപകരണം രൂപപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. രാവണന്റെ സ്തോത്രത്തിലും സംഗീതത്തിലും പ്രസാദിച്ച ശിവൻ അവനെ മോചിപ്പിച്ചു. വേദന കൊണ്ട് അവൻ ഉണ്ടാക്കിയ ഭീകര ശബ്ദം കാരണം ശിവൻ അവന് രാവണൻ അല്ലെങ്കിൽ അലറുന്നവൻ അല്ലെങ്കിൽ കരയിപ്പിക്കുന്നവൻ എന്ന പേരു നൽകി. അതുവരെ അവൻ ദശഗ്രീവൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ശിവൻ രാവണന് ചന്ദ്രഹാസം എന്ന ദിവ്യമായ വാൾ സമ്മാനിച്ചു. കൂടാതെ കൈലാസം ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിലും അതിനു പകരമായി തൻ്റെ അംശമായ ആത്മലിംഗം രാവണന് നൽകി. ഇവിടെ രാവണന്റെ ലങ്കയിലേക്ക് കൊണ്ടുപോകുക എന്ന ഉദ്ദേശം ഭാഗികമായി വിജയിക്കുന്നു. പക്ഷേ ശിവൻ ഒരു നിബന്ധന വെച്ചു. ഈ ആത്മലിംഗം ലങ്കയിൽ എത്തുന്നതുവരെ ഒരിടത്തും താഴെ വയ്ക്കാൻ പാടില്ല. അത് താഴെ വെച്ചാൽ അത് അവിടെ ഉറച്ചു പോകും. രാവണൻ ആത്മലിംഗവുമായി ലങ്കയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ രാവണൻ ആത്മലിംഗം ലങ്കയിൽ സ്ഥാപിച്ചാൽ അവൻ അമർത്യനാകുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഭയപ്പെട്ടു. അവർ ഗണപതിയുടെയും വിഷ്ണുവിൻ്റെയും സഹായം തേടി. രാവണൻ കർണാടകയിലെ ഗോകർണത്ത് എത്തിയപ്പോൾ സന്ധ്യാസമയമായി. സന്ധ്യാവന്ദനം, അതായത് വൈകുന്നേരത്തെ പൂജ ചെയ്യാതെ രാവണന് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. കയ്യിലുള്ള ലിംഗം താഴെ വയ്ക്കാനും കഴിയില്ല. ഈ സമയം ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ അവിടെ എത്തി. രാവണൻ ബാലനോട് ലിംഗം അല്പനേരം പിടിക്കാൻ ആവശ്യപ്പെട്ടു. താൻ വിളിക്കുമ്പോൾ തിരിച്ചെടുക്കണമെന്നും താഴെ വയ്ക്കരുതെന്നും പറഞ്ഞു. ഗണപതി അത് സമ്മതിച്ചു. പക്ഷേ ഞാൻ 3 തവണ വിളിക്കും, അതിനുള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ താഴെ വയ്ക്കും എന്ന് വ്യവസ്ഥ വെച്ചു. രാവണൻ പൂജയ്ക്കായി പോയ ഉടൻ ഗണപതി 3 തവണ വേഗത്തിൽ വിളിക്കുകയും രാവണൻ എത്തുന്നതിന് മുൻപേ ലിംഗം താഴെ വയ്ക്കുകയും ചെയ്തു. ലിംഗം ഭൂമിയിൽ ഉറച്ചുപോയി. തിരിച്ചെത്തിയ രാവണൻ ലിംഗം ഇളക്കാൻ സർവശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ചു. ലിംഗത്തിൻ്റെ ആകൃതിക്ക് മാറ്റം വന്നെങ്കിലും അത് ഇളകിയില്ല. അങ്ങനെ ആത്മലിംഗം ഗോകർണത്ത് മഹാബലേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു.
രാവണന്റെ അമ്മയ്ക്ക് പൂജിക്കാൻ ശിവനെ ലങ്കയിൽ എത്തിക്കുക എന്ന ലക്ഷ്യം അങ്ങനെ പരാജയപ്പെട്ടു. രാവണൻ പർവ്വതം ഉയർത്താൻ ശ്രമിച്ചതും ഹനുമാൻ പർവ്വതം ഉയർത്തിയത്, അതായത് മൃതസഞ്ജീവിനി എന്ന ഔഷധത്തിന് വേണ്ടി ഉയർത്തിയതും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. അതിൻ്റെ ഉദ്ദേശമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രാവണനാണെങ്കിൽ അഹങ്കാരം സ്വന്തമാക്കാനുള്ള ആഗ്രഹമായിരുന്നു, എന്നാൽ ഹനുമാൻ സേവനമായിരുന്നു, ജീവൻ രക്ഷിക്കാനുള്ള ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഫലമോ രാവണന് പരാജയം പറ്റി, ശാപം കിട്ടി, അഹങ്കാരത്തിന് ശമനം വന്നു. എന്നാൽ ഹനുമാനാണെങ്കിൽ ഇതിൽ വിജയിച്ചു, അഭിനന്ദനമായിരുന്നു, ലക്ഷ്യപ്രാപ്തിയായിരുന്നു. അതിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ രാവണന് എനിക്ക് കഴിയും, ഈഗോ ആയിരുന്നു. എന്നാൽ ഹനുമാൻ തെളിയിച്ച കാര്യമെന്ന് പറയുന്നത് രാമനാമം കൊണ്ട് കഴിയും എന്നായിരുന്നു, ഡിവോഷൻ ആയിരുന്നു. ഈ മുകളിൽ പറഞ്ഞ താരതമ്യം രാവണന്റെ പരാജയത്തിന് കാരണം ശക്തിക്കുറവല്ല, മറിച്ച് ഉദ്ദേശശുദ്ധിയില്ലായ്മയായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. ഈ ഭാരതീയ കഥ കലയിലും ശില്പവിദ്യയിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എല്ലോറ ഗുഹകൾ. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകളിലെ ചിത്ര എഴുത്തുകൾ. കൈലാസനാഥ ക്ഷേത്രത്തിൽ രാവണൻ പർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ജീവസുറ്റ ശില്പമുണ്ട്. ക്ഷേത്രം മുഴുവൻ രാവണന്റെ ചുമലിൽ ഇരിക്കുന്നതായാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന് പട്ടടയ്ക്കൽ, അത് കർണാടകത്തിലെ പട്ടടയ്ക്കൽ എന്ന സ്ഥലത്തെ ചിത്രങ്ങൾ. വിരൂപാക്ഷ ക്ഷേത്രത്തിലും സമാനമായ ശില്പങ്ങൾ ഉണ്ട്. കംബോഡിയയിലെ ബാൻഡിശ്രീ, അതായത് കംബോഡിയയിലെ ഈ ക്ഷേത്രവും രാവണൻ കൈലാസം കുലുക്കുന്ന ദൃശ്യം കുത്തിവെച്ചിട്ടുണ്ട്. ഇത് ഈ കഥയുടെ പ്രചാരം തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ചുരുക്കത്തിൽ രാവണൻ കൈലാസപർവ്വതം ഉയർത്താൻ ശ്രമിച്ചത് കേവലം ഒരു അഹങ്കാര പ്രകടനമായിരുന്നില്ല. അതിനു പിന്നിൽ തൻ്റെ അമ്മയായ കൈകസിക്ക് ശിവനെ ആരാധിക്കാൻ സൗകര്യമൊരുക്കുക, ലങ്കയെ ആത്മീയ ശക്തി കേന്ദ്രമാക്കി മാറ്റുക തുടങ്ങിയ ഉദ്ദേശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭക്തിയിൽ അഹങ്കാരം കലർന്നപ്പോൾ അത് പരാജയപ്പെട്ടു. എങ്കിലും ആ പരാജയത്തിൽ നിന്നാണ് ശിവതാണ്ഡവ സ്തോത്രം പോലുള്ള അമൂല്യമായ കൃതിയും അതുപോലെ ഗോകർണം പോലുള്ള പുണ്യക്ഷേത്രങ്ങളും രൂപം കൊണ്ടത്. രാവണന്റെ കഥാപാത്രത്തിലെ വില്ലൻ എന്നതിലുപരിയായുള്ള ഭക്തന്റെയും മകന്റെയും വശങ്ങൾ ഈ കഥയിലൂടെ നമുക്ക് ദർശിക്കാം. നന്ദി, നമസ്കാരം.